നമസ്കാരം. UDF-ന് 100-ലധികം സീറ്റ്, 1 ഡസൻ മന്ത്രിമാർ തോൽക്കും, വിസ്മയങ്ങൾ ഉണ്ടാകും. പ്രഡിക്ഷൻ കാ ബാപ്പ് എന്ന പേര് മുൻ പ്രതിപക്ഷ നേതാവിന് നേടിക്കൊടുത്ത 3 പ്രവചനങ്ങൾ. ഇവ 3 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രത്ന ചുരുക്കവും. പ്രവചനം സത്യമായപ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ചുരുങ്ങിയ കാലം കൊണ്ട് ചിരിക്കുന്ന മുഖ്യമന്ത്രി ഹിറ്റായി, പൂക്കിയായി. എന്നാൽ CMOയിലെ ഒരു നിയമനം ജൻസികൾ സ്വാധീനിച്ച മുഖ്യമന്ത്രിയുടെ 6 ദിവസത്തെ ജനവാസത്തിലെ ആദ്യ വിവാദമായി. UDF-ന് കൊടുങ്കാറ്റത്തിന്റെ ഹുങ്കാര ശബ്ദത്തോടെ മടങ്ങിവരവിന് കളമൊരുക്കിയ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യം ഭരിക്കുന്ന BJP-യുടെ B ടീമായി പ്രവർത്തിക്കുന്നുവെന്ന് നിരന്തരം ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി അധികാരത്തിലെത്തിയ BJP സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ കസേര. ആദ്യം എത്തിയതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. BJP ഇലക്ഷൻ കമ്മീഷൻ ചോർ ബസാർ അഥവാ കള്ളന്മാരുടെ അങ്ങാടി എന്ന് ആഞ്ഞടിച്ചു രാഹുൽ ഗാന്ധി. മോഷണം കൂടുന്തോറും പ്രതിഫലം കൂടുമെന്നും ബംഗാളിലെ നിയമനത്തിൽ പറഞ്ഞ രാഹുൽ, എന്നാൽ കേരളത്തിലെ സമാന നിയമനത്തിൽ മിണ്ടിയിട്ടില്ല. അതായത് ബംഗാളിലും കേരളത്തിലും ഹൈക്കമാൻഡിന് 2 നിലപാട് എന്നാണോ? അതല്ലെങ്കിൽ സംസ്ഥാനം നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാനം തന്നെ തിരികെ വിളിച്ച് പുതിയ ജോലി കൊടുക്കുമ്പോൾ എന്തു പറയണം, എന്ത് പ്രശ്നം എന്നാണോ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ സംസ്ഥാനം നിയന്ത്രിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ രത്തൻ യു ഖേൽക്കർ ചുമതലയേൽക്കുമ്പോൾ CPI-യും BJP-യും ആഞ്ഞടിക്കുന്നു. കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പോ? ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, KT കുഞ്ഞിക്കണ്ണൻ CPI-യിൽ നിന്ന്, V മനുപ്രസാദ് BJP-യിൽ നിന്ന്. ആദ്യം ഡോക്ടർ ജിൻഡോ ജോണിലേക്ക്. ജിൻഡോ ജോൺ, ഇതൊരു ഡീലാണ് എന്നാണ് CPI-യും BJP-യും ആരോപിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ഡോക്ടർ ജിൻഡോ ജോണിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപ് ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്കാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 2ാം പിണറായി സർക്കാരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ കേരള കേഡർ IOS ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. പുതിയ സർക്കാർ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു. എന്താണ് പ്രശ്നം? പുതിയ സർക്കാർ അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഒരു പുതിയ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അധികാരമേറ്റെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത കമ്മീഷണറെ ആ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുമ്പോൾ സ്വാഭാവികമായും ആ മുന്നണിയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഇടപെടലുകൾ, റിസൾട്ടിൻ്റെ വിശ്വാസ്യതയെ തന്നെ സംശയാസ്പദമാക്കുന്ന ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് ജനങ്ങൾ, ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മൾ. ജനാധിപത്യം എന്ന് പറയുന്നത് നിരവധിയായ നടപടിക്രമങ്ങളുടെ, ജനാധിപത്യപരമായ പ്രക്രിയകളുടെ ആകത്തുകയാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തെ എന്താണ്, വിജയിച്ച മുന്നണിയുടെ നേതാവ്, അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകും. 3 മണ്ഡലങ്ങളിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായി തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ എന്തെങ്കിലും അട്ടിമറിക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനമുള്ള സംസ്ഥാനമാണോ കേരളം? കേരളത്തിലെ വോട്ടർമാരെ നമ്മൾ അങ്ങനെ കുറച്ചു കാണണം? അത് വോട്ടർമാരെ കുറച്ച് കാണുന്ന പ്രശ്നമല്ല. SIR ഉൾപ്പെടെയുള്ള ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഇടപെടലുകൾ ദേശീയ തലത്തിൽ തന്നെ BJP ആരംഭിച്ചു. അവതാരകനായ താങ്കൾക്കറിയില്ലേ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ തന്നെ മാറ്റം വരുത്തി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ആയിരിക്കുന്ന ആളുടെ സ്ഥാനത്ത് കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെ ഒരംഗം, പ്രധാനമന്ത്രിക്ക് പുറമെ ഒരംഗം മതി എന്ന രീതിയിൽ നിയമ ഭേദഗതികൾ വരെ കൊണ്ടുവന്നു. എന്തിനാണ്? വളരെ സുതാര്യമായ രീതിയിൽ നടന്നിരുന്ന ഒരു നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു അതോറിറ്റിയെ, ഒരു സംവിധാനത്തെ ഈ രീതിയിൽ മാറ്റാനുള്ള ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ കൃത്യമായി രാജ്യത്ത് BJP-ക്ക് ഒരു അജണ്ടയുണ്ട്. അത് ബംഗാളിൽ BJP നന്നായി ഉപയോഗിച്ചതായിട്ട് സതീശന്റെയൊക്കെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി വരെ പറയുന്നുണ്ട്, നമ്മളെല്ലാം പറയുന്നുണ്ട്. ഇത് രണ്ട് കാര്യമല്ലേ? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട നിയമനം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നതല്ലേ? സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനത്തിന് കൃത്യമായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. അപ്പൊ ആര് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതല്ല, തീർച്ചയായിട്ടും നിയമനം നടത്തുന്നത് ആരാണ്? സംസ്ഥാനമാണ് പട്ടിക കൊടുക്കുന്നത് അല്ലെ? സംസ്ഥാനമല്ലേ പട്ടിക കൊടുക്കുന്നത്?
അങ്ങയുടെ ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, പരിഹരിച്ചതിന് ശേഷം മടങ്ങി വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ബംഗാളിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് നമുക്കറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ BJP ചോർ ബസാർ എന്നാണ് രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എല്ലാ കാലത്തും ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തുന്നതും രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായൊരു നിലപാട് കോൺഗ്രസിന്? അല്ല, നമ്മൾ കേരളത്തിലും കോൺഗ്രസിന് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു നിലപാടൊന്നുമില്ല. കാരണം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും അതിനുശേഷവും ഒക്കെ കൃത്യമായി ഈ നിമിഷം വരെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെയാണ് കേരളത്തിലും കോൺഗ്രസിൻ്റെ നിലപാട്. അക്കാര്യത്തിൽ മാറ്റമില്ല. ബംഗാളിൽ എന്താ സംഭവിച്ചത്? അവിടുത്തെ കോഡ് ഓഫ് കോണ്ടക്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ ഒരു ബൈ ഇലക്ഷൻ കൂടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. മാത്രമല്ല, അതിനു മുമ്പേ SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വോട്ട് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകം ചില ആളുകളെ മതം തെരഞ്ഞ് വോട്ട് വെട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വല്ലാത്ത രീതിയിൽ ആക്ഷേപത്തിന് കാരണബോധം ആയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിക്കപ്പെടണം. കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ നടപടിയെടുത്തു. ചില ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തപ്പെട്ടവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വാർത്തകളിൽ നമ്മൾ കണ്ടു. അതിനപ്പുറത്ത് സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി. അപ്പോഴൊക്കെ കൃത്യമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ ചോദ്യം, രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറിയായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണുള്ള തർക്കം. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം? രത്തൻ കേൽക്കറെ നിയമിച്ചതിൽ എന്താണ് സംശയിക്കാനുള്ള കാരണം? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കാത്ത കോൺഗ്രസിനെ UDFനെ, 11 വർഷത്തിലധികമായി രാജ്യം ഭരിക്കാത്ത കോൺഗ്രസിനെ UDFനെ രത്തൻ കേൽക്കർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ സഹായിച്ചു എന്നൊരു ആക്ഷേപമുണ്ടോ? എങ്കിൽ എന്താണ് ആ ആക്ഷേപം? വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പ്രത്യേകമായി അനുകൂലമാകുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നടപടിക്രമങ്ങൾ കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? രത്തൻ കേൽക്കർ എന്ന ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റി ഈ കഴിഞ്ഞ മെയ് 23 ശേഷം മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിന് മുമ്പ് ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥനായിരുന്നോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, GST കമ്മീഷണറായിരുന്ന, IT സെക്രട്ടറി ആയിരുന്ന, ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ശുപാർശ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അത്രയും കാലം പിണറായി വിജയൻ സർക്കാരിന്റെ ഗുഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ തോറ്റതിനു ശേഷം പുതിയ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ മാത്രം അദ്ദേഹത്തിൽ സംശയം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയണം. അതിന്റെ കാരണം പറയണമല്ലോ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്നുള്ളൊരു കാരണം പറയാൻ സാധിക്കില്ല. കാരണം എന്താ? അത് ലോജിക്കലല്ല. 10 വർഷമായി അധികാരത്തിലില്ലാത്ത ഒരു സർക്കാർ, മിക്കവാറും എല്ലാ മാധ്യമങ്ങളും എല്ലാ എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേകളും ഒക്കെ പിണറായി വിജയന് തുടർഭരണം കിട്ടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDF വരുമെന്ന് ഉറപ്പ് പറയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥരാരും തന്നെ കോൺഗ്രസിനെ സഹായിക്കുമെന്നൊരു സാഹചര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറയുന്നയാളുടെ പാർട്ടിക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമാണോ? ഇപ്പൊ രാഷ്ട്രീയമായിട്ടോ ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ഒരു തെറ്റല്ലാത്ത ഒരു കാര്യം ചെയ്തു. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ റോള് തീർന്നു. അതായത് ഇവിടെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ നിലനിൽക്കുന്നില്ല. സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചട്ടങ്ങൾ അനുസരിച്ച് തിരിച്ചു വിളിക്കാൻ, പുതിയ ജോലി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം അവർ നിയോഗിച്ചു. ആ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ഇവിടെ ധാർമ്മികമായ പ്രശ്നമാണ് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ BJP പോലും ഒരു ദേശീയ തലത്തിൽ പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ബംഗാളിൽ ഈ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ജനാധിപത്യത്തിന്റെ കശാപ്പ് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വിരുദ്ധത എന്ന് പറയുമ്പോൾ, കേരളത്തിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാകുന്നത്? രണ്ടിടങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് 2 നിലപാട് വരുന്നത് എങ്ങനെയാണ്? അതാണ് പ്രശ്നം. അല്ല, നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസിന്റെ ദേശീയ നിലപാട് 2 അഭിപ്രായമില്ല. ബെനീഷ്, ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് 2 നിലപാടില്ല. കാരണം കൃത്യമായ നിലപാട് തന്നെയാണ്. ബംഗാളിൽ വോട്ട് ചോരി ആക്ഷേപം നിലനിൽക്കുന്നു. അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തന്നെ ആക്ഷേപം നിലനിൽക്കുന്നു. പക്ഷപാതിത്വപരമായിട്ടാണ് വോട്ട് SIRലെ പുനഃക്രമീകരണം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഒക്കെ ചെയ്തതെന്നുള്ള രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചപ്പോൾ രത്തൻ കേൽക്കർ എന്ന ഉദ്യോഗസ്ഥനെ വിരൽ ചൂണ്ടുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നോ? അദ്ദേഹം പക്ഷപാതിത്വപരമായി നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം CPM-നോ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നോ? ആകെ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അയച്ച കത്തിൽ BJP-യുടെ സീൽ വന്നു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപം നമ്മൾ ഉന്നയിച്ചു, കൃത്യമായ ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായിട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. രണ്ടാമതൊരു മാൽ പ്രാക്ടീസ് നമ്മൾ കാണുന്നത് എവിടെയാ? കോഴിക്കോട് അടക്കം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ, ഡയറി പരിശോധിക്കാൻ ചില ഉദ്യോഗസ്ഥർ ഡോർ തുറക്കുന്ന സമയം ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ ആക്ഷേപം ഉന്നയിച്ചു. ആകെ കോൺഗ്രസും UDF-ഉം മാത്രമേ ആക്ഷേപം ഉന്നയിച്ചുള്ളൂ. ആ സമയത്തും രത്തൻ കേൽക്കർ കൃത്യമായി നടപടി സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി ഒരു സ്ട്രോങ് റൂം തുറക്കണ്ട എന്ന സ്റ്റാൻഡ് എടുത്തു. അപ്പൊ മറ്റേതെങ്കിലും മെയ് 23 വരെ ഏതെങ്കിലും രീതിയിൽ രത്തൻ കേൽക്കർ എന്ന ഉദ്യോഗസ്ഥൻ ആത്മാർത്ഥമായി അന്ന് കോൺഗ്രസ് രത്തൻ യു കേൽക്കർ എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുഖമാണല്ലോ, അതിൽ സംശയമില്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്, അദ്ദേഹം തന്നെയാണ് മുഖം എന്ന് പറയുന്നത്. അന്നൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ് ആണോ കേൽക്കറിന് നൽകിയത്? അത് ഈ നിയമനത്തിന് ശേഷമല്ലേ നൽകുന്നത് കോൺഗ്രസ്സുകാർ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമനത്തിന് മുമ്പ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് GST കമ്മീഷണറായിരുന്ന, IT സെക്രട്ടറി ആയിരുന്ന, അവർ തന്നെ ശുപാർശ ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷണറായി വന്നിരിക്കുന്ന രത്തൻ കേൽക്കർ എന്നുള്ള ഉദ്യോഗസ്ഥൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയ, താരതമ്യേന നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുക്കുന്നു. അതിനപ്പുറത്ത് ഏതെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ, സംശയിക്കാൻ കാരണമുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് പറയണ്ടേ? എനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും മറ്റൊരു ചുമതലയിലും വെക്കാൻ പാടില്ല എന്നുള്ള ആക്ഷേപമാണെങ്കിൽ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് EW മാജിയെ വെച്ചിട്ടുണ്ട്, നളിനി നെറ്റോയെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് വന്നതിന് ശേഷം വിവിധ സർക്കാർ വകുപ്പുകളിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ചുമതലയേറ്റ 6 ദിവസമേ ആയിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നളിനി നെറ്റോ എന്നും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ടിക്കാറാം മീണ 2018-19 കാലത്ത് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. 2021 അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി ആയിട്ട് വയ്ക്കുന്നു. EW മാജിയെ വെച്ചിരിക്കുന്നത് ഇലക്ഷന് തൊട്ടടുത്ത സമയത്ത് തന്നെയാണ്. 2016 അവസാനം 2017 തുടക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്ട് തീരുന്നില്ലെങ്കിൽ, ഇലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൂളിംഗ് ഓഫ് പീരീഡ് വേണം എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു, ഈ ഉദ്യോഗസ്ഥർ തിരിച്ച് പല സർവീസിലേക്ക് പോകും. അങ്ങനെ സർവീസിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ, അതിൽ കൊള്ളാവുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചു എന്നുള്ളത് കവിഞ്ഞ് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ എന്താണ് സംശയം എന്ന് പറയണം. കോൺഗ്രസിനെ സഹായിച്ചു എന്ന ആക്ഷേപമുണ്ടോ? വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്നുള്ള ആക്ഷേപമുണ്ടോ? എങ്ങനെ ആക്ഷേപമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുൻപ് പറഞ്ഞില്ല? അങ്ങനെ ഇതുവരെ മുൻപ് പറയാത്ത ആക്ഷേപങ്ങൾ മെയ് 23 ശേഷം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് പറയും. ശരി, വ്യക്തമാണ്. വി മനുപ്രസാദ്, ഇവിടെ BJP ഉന്നയിക്കുന്ന എന്താണ്? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പ് നിലപാട് എന്നാണോ, അതോ ഈ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിൽ പ്രശ്നമുണ്ട് എന്നാണോ? അങ്ങനെയെങ്കിൽ ബംഗാളിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി ആയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കാര്യത്തിലെ വിശദീകരണം. അതായത് ബംഗാളിലൊരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, അതേ കാര്യം കേരളത്തിൽ ഒരാളെ നിശ്ചയിക്കുന്ന സമയത്ത് അതേ അഭിപ്രായമില്ല. അതായത് ഇരട്ടത്താപ്പ് പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്ന കാര്യം. ജിൻഡോ ജോൺ പറയുന്നത് ബംഗാളിൽ അത് ചെയ്താൽ തെറ്റ്, കേരളത്തിൽ അത് ചെയ്തപ്പോൾ ശരി എന്ന് ഇപ്പോഴും ഈ ചർച്ചയിൽ ജിൻഡോ ജോൺ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം എന്തെങ്കിലും വിമർശനമോ ആരോപണമോ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ്. കേരളത്തിലൊന്നും മാത്രമല്ല, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ പാർട്ടി വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ചെയ്യുന്നതെല്ലാം ശരി, വോട്ടർ മെഷീൻ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല, ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ ശരിയാണ്, അവിടെ യാതൊരു പരാതിയുമില്ല, എല്ലാം ശരിയായി നടക്കും. ജനങ്ങൾ ഓടിച്ചിട്ട് ഇവരെ തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം കള്ളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമത്തിന് ഇവർ നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്കതിൽ അഭിപ്രായമുണ്ട്.
അത്തരം അഭിപ്രായങ്ങളും ചർച്ചകളും മുന്നോട്ട് വന്നാൽ അതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനു മുൻപും പഴയ കാര്യങ്ങളൊക്കെ എടുത്താൽ അത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒക്കെ ഭരണസ്ഥാനത്തുള്ളവരാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റമാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് സൗകര്യം പോലെ തങ്ങളുടെ നിലപാടുകൾ സൗകര്യം പോലെ സ്ഥലമനുസരിച്ച് മാറ്റിപ്പാറ്റി പറയാൻ മടിയില്ലാത്തവരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായി ശ്രീ വി മനുപ്രസാദ്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ BJP ചോർ ബസാർ എന്ന് പറയുന്നതിനെ രാഹുൽ ഗാന്ധി പറയുന്ന അതിന് ഉദാഹരണമായി പറയുന്നത് ബംഗാളിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി വെട്ടിയത് 90 ലക്ഷത്തോളം വോട്ടാണ്. സുപ്രീം കോടതി വരെ ആശ്ചര്യം പ്രകടിപ്പിച്ച കാര്യമാണ്. 90 ലക്ഷത്തോളം വോട്ട് വെട്ടപ്പെട്ടു. അത് ന്യൂനപക്ഷ മേഖലകളിൽ നിന്നടക്കം വെട്ടപ്പെട്ടു എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം 90 ലക്ഷം വോട്ട് വെട്ടുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള മനോജ് അഗർവാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പിറ്റേന്ന് ചീഫ് സെക്രട്ടറി ആക്കിയതിനെയാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്. കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 53,229 അത്ര ചില്ലുവാനും വോട്ടുകൾ മാത്രമേ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇത് രണ്ട് വ്യത്യാസമില്ലേ? 90 ലക്ഷം വോട്ട് മാറ്റിയ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയതിലല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്? 52,000 വോട്ട് വെട്ടിമാറ്റപ്പെട്ടാൽ അത് കുഴപ്പമില്ല, അങ്ങനെയാണോ? അല്ല, 90 ലക്ഷം എന്ന് പറയുന്നത് വലിയ കണക്കാണ്. 53,000 എന്ന് പറയുന്നതിന് രത്തൻ യു ഗേൽക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് മരിച്ചവർ അടക്കമുള്ള ഇരട്ട വോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ 90 ലക്ഷം എന്ന് പറയുന്ന വലിയ കൗണ്ടാണ് അവിടെ ഉയർത്തി കാണുന്നത്. ഒരു മിനിറ്റ്, ഇതേ കാര്യത്തിനുള്ള മറുപടി അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട്. 52,000 എന്നല്ല, തെറ്റായ രീതിയിൽ പൗരന്റെ അവകാശം എന്ന കണക്ക് ഒരാളുടെ വോട്ട് പോലും പുറത്തു പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ 52,000 വോട്ടേ കേരളത്തിൽ വെട്ടിമാറ്റിയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ശരി. 90 ലക്ഷത്തോളം വരുന്ന വോട്ട് അവിടെ വോട്ടർ പട്ടികയിൽ പെട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ തെറ്റ്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറച്ച് കൂടുതൽ പുറത്തുപോയി, അതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ തെറ്റ്. എത്ര ബാലിശമായ ആരോപണങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിവിടാനുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒരു വോട്ടാണെങ്കിലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ട ഒരാൾ പുറത്തുപോയാൽ ആ പ്രവർത്തനം തെറ്റ്. അത് കേരളത്തിലായാലും ബംഗാളിലായാലും ഒരേ നിലപാട്. ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. 2, പുറത്തു പോകേണ്ട ഒരാൾ ഇരട്ട വോട്ടുകളുമായി ചേർന്ന് വിവിധ തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നവർ, വിവിധ സ്ഥലങ്ങളിൽ വോട്ടുള്ളവർ തെറ്റായ രീതിയിൽ ജനാധിപത്യത്തിന്റെ സംവിധാനത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയാൽ ആ പ്രവർത്തനങ്ങളിൽ കൃത്യതയോടുകൂടി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏതൊരു തരത്തിലുള്ള മറുപടിയോ അതിന് പ്രതിരോധം നിൽക്കാനോ ഒരു ബാധ്യതയും എനിക്കില്ല. കാരണം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 53,000-ലധികം വോട്ട് പട്ടികയിൽ ആൾക്കാർ പുറത്തുപോയി. അതോടൊപ്പം തന്നെ 90 ലക്ഷം പേർ ബംഗാളിൽ പുറത്തുപോയി. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ കൃത്യമായ വിവരങ്ങൾ കൊടുത്ത് ഞങ്ങളവിടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങളും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളും വന്നിരുന്നവരാണ്. എല്ലാ തരത്തിലുമുള്ള എങ്ങനെയാണോ കേരളത്തിൽ SIRൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് അതേ രീതിയിൽ തന്നെയാണ് ബംഗാളിലും SIRൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളെ CMൻ്റെ ഉദ്യോഗസ്ഥരായി മാറ്റുന്ന സമയത്ത് ഏതൊരുവിധ വിവാദമില്ല എന്ന് മാത്രമല്ല, ഏതൊരു അഭിപ്രായമില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും ശരിയായ പ്രവൃത്തിയാണ് എന്ന് പറയുകയും എന്നാൽ ബംഗാളിലെ ആ പ്രവൃത്തിയെ നിശിതമായി വിമർശിച്ചു എന്ന് മാത്രമല്ല അപഹസിക്കുകയും പരിഹസിക്കുകയും അങ്ങേയറ്റം അപലപിക്കുകയും ചെയ്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇരട്ടത്താപ്പുണ്ട് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ അതിനുള്ള മറുപടിയാണ്. രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിൽ കൂടുതൽ പ്രതിസന്ധിയിലായത്. രാഹുൽ ഗാന്ധി ഇതിൽ മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ നിങ്ങളുടെ പേര് തെറ്റായ പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു, ക്ഷമിക്കണം. ബിനിലേ, ഞാൻ വിചാരിക്കുന്നത് 52,000 വോട്ട് വെട്ടിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഇരട്ട വോട്ടുകൾ വെട്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPക്ക് ഏതെങ്കിലും ഒരു പരാതി ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു BJPക്ക് പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അത്തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പരസ്യമായി പറയാത്തത്? പറയണ്ടേ? നിങ്ങളാണ് പറഞ്ഞത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ 100% സുതാര്യമായ പ്രവർത്തനമാണെന്ന്. ഇലക്ഷൻ കമ്മീഷനും പിന്നെ BJP മാത്രമേ രാജ്യത്ത് അത് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഇപ്പോഴായാലും പറഞ്ഞാൽ മതി ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ സുതാര്യമല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന്.
ഞങ്ങൾക്ക് ബംഗാളിൽ പരാതിയുണ്ട്. 90 ലക്ഷം മനുഷ്യരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയുന്നു. അത് പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ തെരഞ്ഞു പിടിച്ച് വെട്ടി എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ടെന്നേ. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത SIR പ്രക്രിയയ്ക്ക് വോട്ട് അനധികൃതമായിട്ട് നീതിരഹിതമായിട്ട് മനുഷ്യരെ വോട്ട് വെട്ടിക്കളഞ്ഞതിന് നേതൃത്വം കൊടുത്ത മനോജ് അഗർവാൾ, അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണറെ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വയ്ക്കുന്നതിലാണ് ഞങ്ങൾ ആക്ഷേപം പറഞ്ഞത്. അത് വ്യത്യസ്തമായ ഒരു നിലപാടാണ്. അത് മനസ്സിലാകാത്ത എന്താണെന്നറിയോ, അവിടെ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. മെയ് മാസം 21 സൗത്ത് പർഗന ജില്ലയിലുള്ള ഫാൾട്ട അസംബ്ലിയിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൽ ഒരു അസംബ്ലിയിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്തും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അയാൾ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി BJP സർക്കാർ രൂപം കൊടുത്ത് വന്ന് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ പിടിച്ച് ചീഫ് സെക്രട്ടറി ആയിട്ട് വെക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്ന്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ ഇല്ല. ഇലക്ഷൻ കഴിഞ്ഞു, ഇവിടുത്തെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് റിവോക്ക് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇവിടെ എന്താണ് ആക്ഷേപം? നിങ്ങൾക്ക് രത്തൻ കേൽക്കറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് BJPക്ക് എന്താണ് ആക്ഷേപം? ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്നൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? 11 കൊല്ലത്തിലധികമായി രാജ്യം ഭരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയും കോടതികളെയും ഈ രാജ്യത്തെ സകല കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അടക്കി വാഴുന്ന BJPക്ക് കേരളത്തിൽ 10 വർഷമായി കേരളത്തിലും 11 വർഷത്തിലധികമായി രാജ്യത്തും പ്രതിപക്ഷം എത്തിയിരിക്കുന്ന കോൺഗ്രസിനെ UDFനെ കേരളത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഹായിച്ചു എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. കേരളത്തിലെയും കാര്യങ്ങൾ രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിയാനുള്ള സാമാന്യ മര്യാദ വേണം. പറയാലോ ബിൽജി? പറയൂ. എനിക്ക് അവസരം തന്നതാണോ അതോ ഞാൻ ഇടപെട്ടു? മറുപടി പറയും, വേഗം മറുപടി പറയും. ഓക്കെ, അതിലെ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ മുന്നോട്ട് വെച്ച വാദം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴിവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതാണ് കേരളത്തിലെ 58,000 വോട്ട് വെട്ടിമാറ്റിയതിൽ യാതൊരുവിധ കുറവുമില്ല. നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾക്കതിൽ പരാതിയില്ല. കാരണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ ബംഗാളിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ പ്രൊസീജിയറാണോ മുന്നോട്ട് വെച്ചത്, ഏത് തരത്തിലാണോ വിവിധ കക്ഷികളുമായി ചേർന്ന് സർവകക്ഷി യോഗം വിളിച്ചത്, എങ്ങനെയാണോ ഓരോ വീടുകളിലെയും പ്രവർത്തനം നടത്തിയത്, എന്തൊക്കെ രേഖകളാണോ ഹാജരാക്കാൻ പറഞ്ഞത്, അതേ രീതിയിലാണ് കേരളത്തിൽ നടന്നത്. ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഉന്നയിച്ച വാദം എന്താണ്? നിങ്ങൾ ബംഗാളിൽ ഒരാളെ നിയമിക്കുന്ന സമയത്ത് എടുത്ത വാദം എന്ത്? രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കെന്ത്? രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇമ്മീഡിയറ്റ്ലി 8 ദിവസം കൊണ്ട് ഒരാളെ നിയമിക്കുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആവില്ലേ? എത്ര ദിവസമാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് അല്ലാതാകുന്നത്? ജിൻഡോ ജോൺ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിരുന്ന ഒരാളെ ബംഗാളിൽ നിയമിച്ചു. എന്നാൽ 8 ദിവസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ അതേ തീരുമാനമെടുത്തു. എന്താ ഇമ്മീഡിയറ്റ് ആവില്ലേ? 2 പരാതി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരോപണങ്ങളെ പുറകയിൽ പോയാൽ കേരളത്തിൽ ഇവിടെ സ്ട്രോങ് റൂം, അതായത് ഇവിടെ സൂചിപ്പിച്ചു കോഴിക്കോട് സ്ട്രോങ് റൂം തുറക്കാൻ പോകുന്നു എന്ന് സ്ഥാനാർത്ഥിക്ക് മെയിൽ അയച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയോട് അറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തതിനെതിരെ സമരം ചെയ്യാൻ വന്നിട്ട് അമളി പറ്റി തിരിച്ചുപോയവരുടെ കൂട്ടത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ആരെയും അറിയിക്കാതെ രഹസ്യമായി തുറന്നുവെന്ന് പ്രചരിപ്പിച്ച് നാട്ടിൽ കള്ളത്തരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു, എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, ഇത് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അത് പിന്നീട് വിവാദമായതാണ്. ഞങ്ങൾ അത്തരം വിഷയങ്ങളിലേക്കേ അല്ല പോകുന്നത്. ഇനി 90 ലക്ഷം പേരെ ആക്ഷേപമുണ്ട് എന്നവർ പറയുന്നു. ഞങ്ങൾ ഇവിടെ 3 സീറ്റ് നേടി, നിലവിൽ സീറ്റുകളിൽ പരാജയപ്പെട്ടവരാണ്. ഞങ്ങൾക്കിപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യ ഭരണ സംവിധാനത്തിലും വിശ്വാസമുണ്ട്. ഈ നാട്ടിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ശരിയായ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തിന്റെ അധികാരം വന്നതുപോലെ എല്ലായിടം വരാനുള്ള ഒരു ബോധ്യവും ഞങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടോ? ജിൻഡോ മനുവിനോട് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയോട് കൂടി ചോദിക്കുകയാണ്. ജിൻഡോയ്ക്ക് ആ ചോദ്യം CPIM-നോടും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരാതി ഉണ്ടോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലായിരുന്നു രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ എന്ന് പരാതി ഉണ്ടോ CPIM-ന്, ഇടതുപക്ഷത്തിന്? വിനിലാണ് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ചർച്ചയിൽ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ആ തെരഞ്ഞെടുപ്പിന് ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ മിസ്റ്റർ സതീശൻ്റെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയായി വന്നിരിക്കുന്നത് റോയ് മാത്യു എന്ന് പറയുന്ന കേരളത്തിൽ RSS പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയം
നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈനായിട്ട് ഏറ്റവും തീവ്രമായി ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പ്രചരിപ്പിച്ച മറുനാടൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പോർട്ടലുകളുടെ എഡിറ്ററായിരുന്ന ഒരാൾ. അദ്ദേഹം ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദപരമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ പ്രസ് സെക്രട്ടറിയാക്കി. അതുകൊണ്ട് കഴിഞ്ഞു. മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്നത് കേരളത്തിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ എങ്ങനെയെങ്കിലും കാവ്യവൽക്കരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ഇടപെടലുകൾ, നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി നിയമോപദേശം നൽകി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായി പ്രവർത്തിച്ച ജാജു ബാബു, അദ്ദേഹത്തെയാണ് സതീശൻ പുതിയ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിച്ചത്. അതുകൊണ്ട് തീർന്നോ? കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അങ്ങേയറ്റം കുഴപ്പത്തിലാക്കുന്ന എല്ലാ തരത്തിലുമുള്ള ദുഷ്ടപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ആളുകളല്ലേ. വീടാന്തരം കയറി എന്താ പറഞ്ഞത്? പിണറായി വിജയനാണ് SIR കൊണ്ടുവന്നത്, ഇത് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കടത്താനുള്ളതാണ്, ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന രീതിയിൽ ഉൾപ്പെടെ പ്രചരണം നടത്തി. അങ്ങനെയുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് CPM-ന് പരാതിയുണ്ടോ? SIR കേരളത്തിലെ വോട്ടുകൾ അനധികൃതമായി വെട്ടിക്കളഞ്ഞുവെന്ന് CPM-ന് പരാതിയുണ്ടോ? അല്ലെങ്കിൽ VD സതീശനുമായി ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കർ, അതിന്റെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് CPM-ന് പരാതിയുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പരാതിയുണ്ടോ? അതാണ് എന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിലെ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ട് ചേർക്കലും പോളിംഗ് കൃത്യമായി നടത്തലും മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആശയമണ്ഡലത്തെ രൂപപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ന്യൂനപക്ഷങ്ങളുടെ ഒരു ധ്രുവീകരണം ലക്ഷ്യം വെച്ച് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് SIR ആയിരുന്നു. ആ SIR-ഉമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ഇതാ പിണറായി വിജയൻ SIR കൊണ്ടുവന്നിരിക്കുന്നു, മുസ്ലിങ്ങളെ ആകെ നാട് കടത്തുന്നു എന്ന് പ്രചരണം നടത്തുമ്പോൾ തന്നെ രഹസ്യമായി UDF-ന് അവരുടെ വോട്ടുകളെല്ലാം ചേർക്കാൻ സഹായകരമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ പരുവപ്പെടുത്തി നിർത്തുന്നതിൽ ഈ ഖേൽക്കർക്ക് എന്തു പങ്കുണ്ട് എന്നുള്ള കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ? അങ്ങനെയാണെങ്കിൽ ഖേൽക്കറിനെ ആ പൊസിഷനിൽ നിയമിച്ചത് പിണറായി വിജയനല്ലേ? രണ്ടാം പിണറായി സർക്കാരിലല്ലേ അദ്ദേഹം ആ നിയമനം നടന്നത്? മാത്രമല്ല IT സെക്രട്ടറി ആയിരുന്നില്ല അതിനു മുമ്പ് അദ്ദേഹം P രാജീവിനൊപ്പം? അല്ല വിനിലെ, അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. എന്താണെന്നറിയോ, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിച്ചാൽ കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനെ പ്രപ്പോസ് ചെയ്യും. നിയമിക്കുന്നത് പിണറായി വിജയനാണോ? നിയമനം പിണറായി വിജയനാണോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം പിണറായി വിജയനാണോ? അങ്ങനെ നിരുത്തരവാദപരമായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കരുത്. താങ്കൾ നിഷ്പക്ഷമായി ചർച്ചയിൽ ഇടപെടേണ്ട ആളാണ്. ഒരു ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മുന്നണി ഭരിക്കുന്ന പാനലാണല്ലോ അല്ലെങ്കിൽ സർക്കാരാണല്ലോ പാനൽ കൊടുത്തത്. കാര്യപ്രാപ്തി അതെ അതിപ്പം മമതയുടെ പാനലാണല്ലോ അവിടെ മനോജ് അഗർവാളിനെ കൊടുത്തത്. അതല്ല കാര്യം എന്താണ്? കാര്യം നിൽക്കുന്നത് എവിടെയാണ്? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-ന് സഹായകരമായ എന്തെങ്കിലും നിലപാടുകൾ, നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വോട്ട് ചേർക്കൽ SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് സംശയമുണ്ട്. UDF-ന് വലിയ രീതിയിൽ സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. LDF-ന് വോട്ട് ചേർക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും പല ഭാഗങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ആ ഘട്ടത്തിൽ തന്നെ പത്രങ്ങൾ വന്നിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ വിഷയം ഇവിടെ അല്ല സാർ, എന്തുകൊണ്ടാണ് ആ സമയത്ത് അത്ര കാര്യമായി ഉയർത്തിക്കൊണ്ടുവരാത്തത്? തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രധാന പ്രചാരണ വിഷയമാക്കാത്തത് എന്തുകൊണ്ടാണ് നിയമനം വരുമ്പോൾ മാത്രം ഇത് അത്ര വലിയ കാര്യമായി പറയുന്നത്? അത് വിനിലിനെ പോലുള്ള ഒരാൾ ആ സമയത്തെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. BJP-യുടെ സീലിലുള്ള കത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രക്ഷോഭകരമായി, വളരെ രോക്ഷാകുലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളീയ സമൂഹവും ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെ BJP-യുടെ സീല് വന്നു? അപ്പം ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംശയത്തിൽ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം സംശയാസ്പദനായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ. പക്ഷേ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരം കിട്ടിയ ഉടനെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത അതേ ഇലക്ഷൻ ഓഫീസറെ തന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ VD സതീശൻ ഇവിടെ ആ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിക്കുന്നു. ആ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമനവും മീഡിയ സെക്രട്ടറി നിയമനവും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ AG-യുടെ നിയമനവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ
BJPയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഒരു ഡീലാണ് ഈ 102 സീറ്റിലേക്ക് UDF ജയിച്ചു കയറാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇടതുപക്ഷം ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ നന്നായി പെരുമാറിയ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്നാണ് രത്തൻ യു ഖേൽക്കറിനെ പറ്റി കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. നല്ല ഉദ്യോഗസ്ഥനാണ്, തിരിച്ചു വിളിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. അസ്വാഭാവികതയില്ലെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഭരിക്കുന്നവരുടെ തീരുമാനം എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെയോ ഒരു അതൃപ്തി എന്ന് വായിക്കേണ്ടതുണ്ടോ? രണ്ട്, CPM-നോട് അല്ലെങ്കിൽ BJP-യോട് നേരത്തെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞിരിക്കുന്നു. CPIM-ന് രത്തൻ യു ഖേൽക്കറിൽ അവിശ്വാസമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ അവർക്ക് സംശയങ്ങളും ഉണ്ട്. രണ്ട് കാര്യങ്ങൾ. പിന്നിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ തൊട്ട് പറയുന്ന പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. BJP-യുടെ പ്രതിനിധി മറുപടി പറയേണ്ട ഒരു കാര്യം, പശ്ചിമ ബംഗാളിൽ ഒരു അസംബ്ലിയിലെ ഇലക്ഷൻ റീപോള് ബാക്കി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതുവരെ ഇലക്ഷൻ നിയന്ത്രിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്? അവിടെയാണ് ഒരു ശരിയല്ലാത്ത നടപടിക്രമം ഉണ്ടായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മെയ് 4 റിസൾട്ട് വരുമ്പോൾ മെയ് 11 അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വയ്ക്കുകയാണ്. മെയ് 21 മറ്റൊരു ഇലക്ഷൻ അവിടെ നടക്കാൻ പോവുക. ആ ഇലക്ഷൻ നിയന്ത്രിക്കേണ്ട ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വെക്കുന്നത്. അത് SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കുറെ കൂടി വെയിറ്റേജ് നൽകുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പരാതി. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഒരു ഇലക്ഷൻ നടക്കുന്നില്ല. ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അതിൽ നിന്ന് റിലീവ് ചെയ്യപ്പെട്ടു. ആ ഉദ്യോഗസ്ഥനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഏത് ചുമതലയിലും നിയമിക്കാൻ പുതിയ ഗവൺമെന്റിന് പറ്റും. അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. ഇനി കേരളത്തിൽ SIR പ്രകാരം 8.5 ലക്ഷം വോട്ടർമാരുടെ വോട്ട് വെട്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇരട്ട വോട്ട്, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിൽ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന, അവരുടെ 1-ാം നമ്പർ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് വെട്ടപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് കാര്യമായ ആക്ഷേപങ്ങളൊന്നുമില്ല. BJP-ക്ക് അത്തരത്തിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ BJP പറഞ്ഞിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ SIR നടപടിക്രമങ്ങളിലൂടെ വോട്ട് വെട്ടിക്കളഞ്ഞത് അർഹരായിട്ടുള്ള മനുഷ്യരുടെയാണെന്നുള്ള ആക്ഷേപം BJP-ക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ബംഗാളിൽ ആക്ഷേപമുണ്ട്. അവിടെ 90 ലക്ഷം മനുഷ്യരുടെ വോട്ട് വെട്ടിക്കളഞ്ഞതിൽ ജാതിയും മതവും നോക്കിയിട്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടിറങ്ങി കാർമ്മികത്വത്തിൽ വെട്ടിക്കളഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആക്ഷേപമാണ്. ആ ആക്ഷേപം ഇപ്പോഴും BJP-ക്കും ഇല്ല. CPM-ന് ആ ആക്ഷേപമുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. KT കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിക്ക് ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞു. എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചത്? ഞാൻ പ്രത്യക്ഷത്തിൽ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമരവും ആക്ഷേപവും കണ്ടിട്ടില്ല. അതിൽ രത്തൻ കേൽക്കറെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആക്ഷേപമില്ല. BJP-യുടെ സീല് ഇലക്ഷൻ കമ്മീഷന്റെ കത്തിൽ കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വന്നു. അതിൽ CPM-നെ പോലെ തന്നെ കോൺഗ്രസും ആശങ്ക പ്രകടിപ്പിച്ചു. അക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും അത്തരത്തിലൊരു നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ഇനി സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപവും, അതും CPM-ന് ആക്ഷേപം ഉണ്ടായില്ല, ഞങ്ങൾക്കാണ് ആക്ഷേപം ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യത്തിലും രത്തൻ കേൽക്കർ കൃത്യമായി ഇടപെട്ടു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഇവർ പറയുന്നത് കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥൻ, നല്ല കളക്ടറായിരുന്നു, GST കമ്മീഷണറായിരുന്നു, IT സെക്രട്ടറി ആയിരുന്നു, പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരിൽ പെട്ടയാളായിരുന്നു. ഈ മെയ് മാസം 23-ാം തീയതി വരെ അയാളെ കുറിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ രത്തൻ കേൽക്കറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം CPM-ന് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, പണ്ട് ടിക്കാറാം മീണയെ, EW മാജിയെ, നളിനി നെറ്റോയൊക്കെ ശുപാർശ ചെയ്ത് നിയമിച്ചതുപോലെ തന്നെയാണ് ഇവിടെ രത്തൻ കേൽക്കറിന്റെ നിയമനം. അതിനപ്പുറത്ത് നിങ്ങൾക്കുള്ള സംശയം, ഇപ്പൊ CPM പറയുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന്, അതായത് ഭരണത്തിലില്ലാത്ത കോൺഗ്രസിനെ സഹായിച്ചു എന്നാണ് BJP-യുടെ ആക്ഷേപം. അപ്പൊ 10-11 വർഷമായിട്ട് ഈ രാജ്യത്ത് ഭരണത്തിലില്ലാത്ത, ജയിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത, നിങ്ങൾ പറഞ്ഞത് പിണറായി 3.0 എന്നാണ്, പിണറായി വിജയന് 3-ാം ഭരണം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു പരത്തുന്ന കാലത്ത് നിങ്ങൾക്ക് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്താണ് ആ സംശയം? നിങ്ങളുടെ സംശയം എന്താണ്? ഏത് രീതിയിലാണ് ഞങ്ങളെ സഹായിച്ചത്? ഏത് രീതിയിൽ സഹായിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് എണ്ണി പറയണ്ടേ? അതിന് പകരം കോൺഗ്രസിനെ സഹായിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ
പറഞ്ഞാൽ പോരാ, ഏത് രീതിയിൽ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇനി ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ AK ബാലനും വിജയരാഘവനും പിണറായി വിജയന്റെ മലപ്പുറം പരാമർശവും വെള്ളാപ്പള്ളി നടേശന്റെ നിരന്തര പരാമർശങ്ങളും MR അജിത്കുമാറിന്റെ RSSന് അടിമവില വെച്ച ആഭ്യന്തര വകുപ്പിന്റെ 10 വർഷക്കാലത്തെ ഇടപെടലുകളും ഒക്കെ പിണറായി വിജയൻ സർക്കാരിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളും മതഭൂരിപക്ഷങ്ങളും മാത്രമല്ലെന്നേ, സകല മനുഷ്യരും സഖാക്കന്മാര് മുഴുവൻ CPM-നെതിരായിട്ട് വോട്ട് ചെയ്തത് ഞങ്ങൾ ഉത്തരവാദിയാണോ? നിങ്ങളോട് വെറുത്തുകൊണ്ട് നിങ്ങളുടെ സഖാക്കന്മാർ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും അടക്കം കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴെങ്കിലും പറ്റണ്ടേ? ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അത് ഹിന്ദു മഹാസഭയുടെ നേതാവിനോടൊപ്പം വേദി പങ്കിടുന്ന വിജയരാഘവന്റെ രാഷ്ട്രീയ ബോധ്യമാണ്. നിങ്ങളുടെ SFI കുട്ടികൾക്കുള്ള രാഷ്ട്രീയ ബോധ്യം പോലും ഇതുപോലുള്ള താത്വിക ആചാര്യന്മാർക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ മതഭൂരിപക്ഷങ്ങളെ കൺസോളിഡേറ്റ് ചെയ്തതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു എന്നാണ്. ഇതിനേക്കാൾ അപ്പുറം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുണ്ട്. മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായിട്ട് സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെട്ടത്. ഞങ്ങൾ വെല്ലുവിളിച്ചല്ലോ, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ വെല്ലുവിളിച്ചല്ലോ, 10 വർഷക്കാലത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതുപോലെ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിച്ചു. 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് സമ്മതിച്ചു തരുമോ? നിങ്ങൾ അങ്ങനെ സമ്മതിച്ചു തരണം, അല്ലാതെ ജാതി മതം ഒന്നും പറഞ്ഞ് ഉഴപ്പിക്കളയരുത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മറുപടി. അല്ല, ജിൻഡോ ജോണിന് ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ തന്നെ ഇവിടെ നെഗേറ്റ് ചെയ്യാണ്. രാഹുൽ ഗാന്ധി ഇലക്ഷൻ പ്രക്രിയ അവസാനിക്കാത്തത് കൊണ്ടാണ് പ്രൊസീജിയർ നടക്കുന്ന അത്തരം ഒരു പ്രക്രിയക്കാലത്ത് മിസ്റ്റർ മനോജ് അഗർവാളിനെ സെക്രട്ടറി ആക്കുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയോട് ഇത് സംബന്ധമായ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രധാനമായി ആരോപിച്ചെന്താണ്? വലിയ രീതിയിലുള്ള കൊള്ള നടന്നു, അതിനുള്ള വലിയ പ്രതിഫലം കൊടുത്തു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് BJPക്ക് അധികാരത്തിലെത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്തിരുന്നു കൊണ്ട് മിസ്റ്റർ അഗർവാൾ നിർവഹിച്ചു എന്നാണ്. സുവേന്ദു അധികാരി അങ്ങനെ അനുവദിച്ചാൽ നമ്മളാരും ഇടപെടുന്നില്ലല്ലോ. ജിൻഡോന്റെ മൈതാന പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയാണോ നമ്മള്? അത് ശരിയല്ല വിനിലെ, ശരിയല്ല. ഞാൻ ഈ ചർച്ചയിലെ ഒരുപാട് സമയമായിട്ട് വന്നിരിക്കുന്ന ആളാണ്. നിങ്ങൾ ആദ്യത്തെ അരമണിക്കൂർ അങ്ങയുടെ അവസരം തന്നെയാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ മതി. പിന്നിലെ എനിക്ക് ഒരു തിരക്കുമില്ല, ഞാനിവിടെ തന്നെയുണ്ട്, 9 മണി വരെ ഉണ്ട്, എനിക്ക് ഒരു തിരക്കുമില്ല. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒരു ചർച്ചയാണല്ലോ, അപ്പൊ പറഞ്ഞും വാദങ്ങളും പ്രതിവാദങ്ങളും ആണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പോയത്. അങ്ങ് തുടരാം. അദ്ദേഹം പറയുന്നത് എന്താണ്? വിജയരാഘവൻ ഹിന്ദു മഹാസഭയുടെ നേതാവുമായിട്ട് വേദി പങ്കെടുത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ആചാര്യനായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര വിപത്തായി കണ്ട് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ RSSന്റെ സർസക് ഒരാളുടെ ജന്മവാർഷിക ദിനത്തിൽ അയാളുടെ ഛായാപടത്തിന് മുമ്പിൽ പോയി വിളക്ക് തെളിയിച്ച് കൈകൂപ്പി നിന്ന ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ജിൻഡോ ജോൺ ഇവിടെ അടിച്ചു വീശുന്നത്. എന്ത് ഈ നിങ്ങൾ മതത്തെ പ്രീണിപ്പിച്ചാണെന്ന്. വെള്ളാപ്പള്ളി നടേശനോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് ഞങ്ങളുടെ കളത്തിലിടണ്ട, ഞങ്ങളാണ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊക്കെ നിലപാടുണ്ട്. പക്ഷെ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ഉപയോഗിച്ചു. ഒരുപോലെ നിങ്ങൾ ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു. അതിൻ്റെ അനന്തരഫലമായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞത് നിങ്ങൾ അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ നടത്തി. അതിന് ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കി. ആ ആയിരക്കണക്കിന് കോടി രൂപ ഒഴുക്കി നേടിയെടുത്ത വിജയത്തെ എന്താണ് CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു മോശം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ പ്രസ്താവന മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പിറകിൽ പ്രവർത്തിച്ച, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF നടത്തിയ എല്ലാവിധത്തിലുമുള്ള ഡീലുകളുടെ ഏറ്റവും ഒടുവിലത്തെ സൂചനയായിരുന്നു എന്ത്? മൂകാംബിക പോവുകയാണെന്ന പേര് പറഞ്ഞിട്ട് ചാർട്ടഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും ഇവിടുത്തെ NDAയുടെ പ്രമുഖ നേതാവുമായിട്ടുള്ള ഫറൂഖിയെ കണ്ടത്. എന്തിനാ NDA നേതാവിനെ പോയി കണ്ടത് ആ സമയത്ത്? സതീശൻ
മൂകാംബിക പോകുന്ന ഒരാൾ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഒരാൾ എന്തിനു വേണ്ടി അദാനിയുടെ പ്രധാനി ഉദ്യോഗസ്ഥരുമായി ഒന്നിച്ചു പോയിട്ട് ഈ ഫറൂഖിയെ കണ്ടു? ഫറൂഖി ആരാണ്? കേരളത്തിലും കർണാടകയിലും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ള ഒരാളാണ്. ആ ഫറൂഖി NDAയുടെ നേതാവാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാണാൻ പോയത് ഏത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താവശ്യത്തിനാണ് പോയത്? അതൊക്കെ നിങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോൾ അതിന്റെ അനുരണനമാണ് റോയ് മാത്തിയെ പോലുള്ള ഒരാളെ പ്രസ് സെക്രട്ടറി ആക്കുന്നത്, ജാജു ബാബുവിനെ പോലുള്ള ഒരാളെ AG ആക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷണർ ഇരുന്ന ഒരാളെ അതിന്റെ കൂളിംഗ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. ഇത് സംശയം ഉയർത്തുന്നതാണ്. ഇത് സംശയാസ്പദമായ നടപടിയാണ്. ആ നടപടികളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇലക്ഷൻ പ്രക്രിയക്കിടയിൽ SIR CPM-ന്റെ പരിപാടിയാണ്, പിണറായി വിജയന്റെ പരിപാടിയാണ് എന്ന് നുണപ്രചരണം നടത്തിയവരാണ്. ഒരിക്കലും മാപ്പർക്കാത്ത അപവാദ പ്രചരണം നടത്തി പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷത്തിന് എതിരാക്കാനുള്ള ശ്രമം നടത്തിയവരാണ്. ധാർമ്മികമായി വളരെ തെറ്റായ വഴികളിലൂടെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ആ അധാർമികത തന്നെയാണ് മിസ്റ്റർ കേൽക്കരുടെ നിയമനത്തിനും പിറകിലുള്ളത് എന്ന ആരോപണമാണ് CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജിൻഡോ, അതിന് വേഗത്തിൽ മറുപടി. എനിക്ക് മനുവിലേക്ക് പോകണം. ബിനിലെ, നമ്മൾ എന്ത് വല്ലാത്ത കഷ്ടമാണ്. ഇവരിപ്പോഴും ഇതിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, വർഗീയതയുടെ വിജയമാണോ കേരളത്തിൽ UDF-നും കോൺഗ്രസിനും കിട്ടിയെന്ന് CPM ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്ലാട്ടോ തോറ്റെ, വരാൻ പോണ തെരഞ്ഞെടുപ്പും കൂടി തൂക്കുകയാണ്. CPM-ന് അപകടം പറ്റുകയാണ്. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളുടെ റിവ്യൂ മീറ്റിംഗിൽ എന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന്? അതേ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയി വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ട ഏറ്റവും നല്ല ഭക്തനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നില്ല നിങ്ങൾ ആരെങ്കിലും എതിർത്തോ? വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം നടന്ന് കോട്ടയത്ത് ക്രിസ്ത്യാനികളെയും മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെയും തെറി പറഞ്ഞുകൊണ്ട് കണിച്ചുകുളങ്ങരെ പോയി സ്വന്തം സമുദായത്തിലെ ആളുകളെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും എതിർത്തോ? നിങ്ങൾ ഒരു അക്ഷരം പറഞ്ഞോ? പണ്ട് കേരള തൊഗാഡിയ എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. എന്നിട്ട് തോറ്റു കഴിയുമ്പോൾ അതിന്റെ കുറ്റം ഞങ്ങൾക്ക് വർഗീയതയുടെ വിജയമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? UDF-ന് വോട്ട് ചെയ്ത മനുഷ്യർ മുഴുവൻ വർഗീയമായിട്ട് ചേരി തിരിഞ്ഞ് വോട്ട് ചെയ്താന്ന്? അപ്പൊ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജയം എങ്ങനെയായിരുന്നു? കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും G സുധാകരന്റെയും ജയം വർഗീയതയുടെ വിജയമാണോ? ഒരു നാണവും മാനമൊക്കെ വേണ്ട ഇതൊക്കെ പറയാനായിട്ട്. പിന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഒഴുക്കിയെന്ന്. ഞങ്ങൾ ഇവിടെ ഭരണത്തിലില്ല, ഞങ്ങൾ കേന്ദ്രത്തിൽ ഭരണത്തിലില്ല. ഞങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപ ഒഴുക്കിയപ്പോ ഈ സംസ്ഥാനത്തെ GST വകുപ്പ്, ഈ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ്, പോലീസ്, ആഭ്യന്തര വകുപ്പ്, ഇവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ എന്തെടുക്കായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെടുക്കായിരുന്നു? ഞങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ ഒഴുക്കിയപ്പോൾ നിങ്ങളൊക്കെ നോക്കി ഒഴുക്കട്ടെ എന്നും പറഞ്ഞ് പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? പിന്നെ മൂകാംബികയിൽ പോയ കാര്യം, ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അമ്പലത്തിൽ പോകുന്ന സമയത്ത് സ്വകാര്യമായി പല ആളുകളെയും കാണും. നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഫേവർ ചെയ്തതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടുന്നേ. അതിനപ്പുറത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ആ നിർമ്മല സീതാരാമനെ കണ്ട് KV തോമസിന്റെ വായിലേക്ക് പുട്ടുകടലും തള്ളിക്കൊടുത്ത സംഭാഷണം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? 6 ഏക്കർ ഉൾപ്പെടെയുള്ള RSS ഗവർണർമാരെ കാണാതെ അത്താഴവും പ്രാതലും കഴിക്കാൻ പറ്റാത്ത പിണറായി വിജയന്റെ അസ്ഥിത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിർമ്മല സീതാരാമനുമായി സംസാരിച്ച ആ രഹസ്യം എന്താണെന്ന് ഇതുവരെയെങ്കിലും CPM-ന് ആർക്കെങ്കിലും അറിയാമോ? അപ്പൊ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും രീതിയിലുള്ള ഫേവർ ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി പോലും ആകാത്ത ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു അമ്പലത്തിൽ പോയപ്പോൾ കണ്ട വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം എന്താണെന്ന് പറയുന്നേ, അതിന്റെ തെളിവുകൾ എന്താണെന്ന് പറയുന്നേ. അതിനപ്പുറത്ത് ഇട്ട ഷർട്ടിന്റെ നിറം നോക്കി ആക്ഷേപം പറയാൻ ഒരു സാമാന്യ മര്യാദയൊക്കെ വേണം. ഇനി രാഹുൽ ഗാന്ധി ബംഗാളിൽ വോട്ട് ചോരിയെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ വോട്ട് ചോരി എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ ഇരട്ട വോട്ടിനെ കുറിച്ചൊരു ആക്ഷേപം വന്നിട്ട് CPM അക്കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ? ആ ഇരട്ട വോട്ട് ചേർത്ത CPM-ന്റെ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ബംഗാളിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം വ്യക്തമാണ്. ശ്രീ V. മനുപ്രസാദ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ബംഗാളിലെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ജിൻഡോ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടെ ബംഗാളിൽ ഇപ്പോഴും MCC-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. SIR-യുമായി ബന്ധപ്പെട്ട അധാർമികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് ആവർത്തിക്കുകയാണ്. ജിൻഡോ, മറുപടി. അല്ല, ഏതൊരുവിധ വസ്തുതയുടെയും പിൻവലയില്ലാതെ എന്തും ഞങ്ങൾ പറയാൻ തയ്യാറാണ്.
അത് ഞങ്ങൾ പരാജയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങളത് പറയും. ഞങ്ങൾ എങ്ങനെയെങ്കിലും വിജയിച്ചാൽ അത് അവിടെ പറയില്ല എന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി. അതിൽ ഞാനിനി ഒരു ഉത്തരം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇരട്ട നിലപാടുണ്ട്. അത് ഞങ്ങൾ അവിടെ ബംഗാളിൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്, എന്നാൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ലതാണ് എന്ന് പറയും. വേറൊരു കാര്യം പറഞ്ഞു. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ്, ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ പാഡിനുള്ളിൽ, ഇലക്ഷൻ കമ്മീഷന്റെ ലെറ്ററിനുള്ളിൽ ബി ജെ പിയുടെ സീല് വന്നു. അത് ബി ജെ പിയും കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ നടന്ന വലിയ ഡീലാണ് എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് സമയം കഴിയുന്നതുവരെ പ്രചരണം നടത്താൻ ഒരു മടിയും ഇല്ലാത്തവരായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ആ പ്രചരണം ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നയാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചുമതല കിട്ടി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നയാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി മാറുമ്പോൾ ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസറുടെ കീഴിൽ ബി ജെ പിയുടെ സീല് യാദൃച്ഛികമായി വന്നതാണ് എന്ന് ഇനി എത്രമാത്രം ഇവർക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. രണ്ടാമത്തെ കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമില്ലാതെ ബി ജെ പിയെ ബിനിൽ പോത്ത് പ്ലീസ് ബാക്കി ഞാൻ അവതാരകനോട് ബഹുമാന പുരസ്കാരം പറയുന്നു. ബാക്കി രണ്ടുപേരും രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അതിൽ അനാവസരങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തു. മറുപടി പറയാതെ പോകാൻ സാധ്യമല്ല, സമയം കുറവാണ്. അതുകൊണ്ടാണ് ഇതിൽ CPIM-ന്റെ പ്രതിനിധി, ബഹുമാനപ്പെട്ട പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന്റെ മുന്നിൽ സഖാവെന്ന് ചേർക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ ഉത്തരവും കിട്ടും എന്ന അവസ്ഥയിലാണ്. കാരണം എന്താണ്? വർഗീയതയോടുകൂടി, അതായത് BJP-യും UDF-ഉം ഒരുപോലെ ചേർന്ന് 101 സീറ്റ് കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമം നടത്തിയെന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ ആവർത്തിക്കാൻ ഞങ്ങൾ ഇനിയും മുൻപിലുണ്ട് എന്നാണ് ഈ ചർച്ച കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. ഒറ്റ ഉത്തരം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ഏതു പെട്ടിയിലാണ് ചെന്ന് വീണതെന്ന് സ്വയം വിമർശനം നടത്തി പരിശോധിച്ച് തിരിച്ചു വരാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. SDPI-കാരൻ്റെയും പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെയും വീടിനുള്ളിൽ പോയി ഞങ്ങൾ ശിവൻകുട്ടിയെ വിജയിപ്പിക്കാനുള്ള വോട്ട് ചോദിക്കുമെന്ന് മടിയില്ലാതെ നേമത്തെ കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു മറുപടി പറയാൻ പറ്റാതെ തലകുനിച്ചു നിന്ന ഒരു കൂട്ടരായി നിങ്ങൾ മാറിയിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്റെ ചോദ്യത്തിന് അങ്ങൊന്ന് മറുപടി പറയാമോ? അതായത് BJP-യുടെ സീൽ വന്നത് അങ്ങ് പറഞ്ഞ പോയിന്റാണ്. BJP-യുടെ സീൽ വന്നത് ഗേൽക്കർ നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നൊരു ആരോപണം ഉണ്ടോ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ മറുപടി പറയാതെ ഞാൻ പറയില്ല. എന്ത് നിങ്ങൾ ചോദിച്ചാലും അതിന് മറുപടി കൊടുക്കാതെ വരാൻ സാധ്യമല്ല. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടെടുത്ത് ഞങ്ങൾ ജയിച്ചു വന്നു എന്നുള്ളതാണ്. ലീഗിനെ താലോലിച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ക്ലാരിറ്റി വരുത്താം. ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവരെല്ലാം അങ്ങ് എങ്ങനെയോ ജയിച്ചു എന്ന് ജിൻഡോ ജോണിന് തോന്നും. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായും രഹസ്യമായും കൂട്ടത്തിൽ ചെന്ന് വാങ്ങിച്ച് ജയിച്ചു വന്നിരുന്നിട്ട് ഇവരെന്ന് വലിയ വായിൽ പറയുകയാണ് ഞങ്ങൾ അങ്ങ് വലിയ തോതിൽ ജയിച്ചത് ഞങ്ങളുടെ വിശാല മനസ്കതയിൽ ജയിച്ചു വന്നതാണെന്നാണ്. CPM-ന്റെ അമിതമായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വോട്ട് സംഘടിതമായ ഒരു വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ ജയിച്ചു വന്നതെല്ലാം അതിന്റെ ആനുകൂല്യത്തിലാണ് എന്ന് വാദിക്കാൻ നിൽക്കരുത്. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപകമായി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയത് എന്നുള്ളത് പറയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥന്റെ ക്രമക്കേട് കൊണ്ട് BJP-യുമായി ചേർന്നിട്ടാണ് ഇവിടെ വ്യക്തമാണ്. മനു വ്യക്തമാണ്. അങ്ങ് മറുപടി പറയും. KT കുഞ്ഞിക്കണ്ണൻ. അല്ല, BJP-യുടെ വക്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 20% നിങ്ങളുടെ വോട്ട് ഷെയർ എത്തിക്കും എന്ന് പറഞ്ഞവരാ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വളരെ വോട്ട് ഷെയർ കുറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുറഞ്ഞ വോട്ട് ഷെയറാണ് ഈ 102 നിയോജക മണ്ഡലങ്ങളിലും BJP-ക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത്, കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. കോൺഗ്രസ് പരാജയപ്പെട്ടിടത്താണ് നിയമമായാലും അതേപോലെ തന്നെ ചാത്തന്നൂരായാലും കഴക്കൂട്ടമായാലും BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞത്. BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞിടത്തെല്ലാം കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. 2020 കിട്ടിയതിനേക്കാൾ നേമത്ത് 7000 അങ്ങനെ ഇടപെടരുത്.
ഞാൻ എന്റെ ഒരു ഊഴത്തിൽ കയറിയിട്ട് ആളുകൾ വിചാരിക്കും അങ്ങ് വീണ്ടും കള്ളം പറയുന്നു. എന്റെ ഒരു ഊഴത്തിൽ കയറിയിട്ട് താങ്കൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞത് കള്ളമല്ലേ? അല്ലല്ല, താങ്കൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും BJP വോട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്തത്? അങ്ങനെ ബഹളം വെക്കുന്ന ഒരു രീതി ശരിയല്ല. അല്ലാന്ന് ശരി, എനിക്ക് സമയപരിമിതിയുണ്ട്. ജിൻഡോ, ഇതിപ്പോ എല്ലാ ആരോപണങ്ങളും കോൺഗ്രസിനെതിരെ ആയതുകൊണ്ട് ഒരു മിനിറ്റിൽ അങ്ങ് കൺക്ലൂഡ് ചെയ്യും. കോൺഗ്രസ് അങ്ങ് പറഞ്ഞത് കള്ളമല്ലേ? ഇല്ല അല്ല ബിനിലെ ഞാൻ മനസ്സിലാക്കുന്നത് ബിജെപിയുടെ പ്രതിനിധി പോലും ബിജെപിയുടെ പ്രതിനിധി സംശയിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനിൽ സുതാര്യത കുറവുണ്ടെന്നല്ലേ BJP സമ്മതിക്കുന്നത്? ഞങ്ങളും പറയുന്നത് തന്നെ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറവുണ്ട്. നിങ്ങൾ പറഞ്ഞു എന്നാണ്. ഞാൻ ഈ കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ PDPയുമായി സംഘം ചേർന്ന് മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ ഞാൻ പറയട്ടെ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? BJP വന്നു എന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. BJP സംസ്ഥാനത്ത് ശക്തമായ രീതിയിൽ നിലപാടെടുക്കുന്നു. CPIM ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, V. മനുപ്രസാദ് എന്നിവർക്ക് നന്ദി.